ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ച് ദിവസങ്ങളായി വളരെ അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പ്രണവ് പ്രവീൺ കുടുംബ പ്രശ്നം. തീർച്ചയായും അതിനൊരു എൻഡ് ഉണ്ടായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായും അദ്ദേഹം പോസ്റ്റ് ചെയ്ത വീഡിയോ അദ്ദേഹം തന്നെ പിൻവലിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് സോഷ്യൽ റൈറ്റ്സ് ജസ്റ്റിസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് തന്നെ നമ്മുടെ പ്രവീണിനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കുന്നതും തനിക്കോ തൻ്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ തൻ്റെ വൈഫിനോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പരാതിയും ഇല്ല എന്നും ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും അദ്ദേഹം അവരെ അറിയിക്കുന്ന ഒരു ഓഡിയോ സംഭാഷണം അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റാണ്. ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പ്രവീണിന്റെ നമ്പർ എനിക്ക് തന്നത് പ്രണവാണ്. ഞാൻ വീട്ടിൽ വിളിച്ചിരുന്നു. ഫാദറിന്റെ നമ്പർ കിട്ടിയായിരുന്നു എനിക്ക്. അപ്പൊ അവിടെ നിന്നിട്ട് ഞാൻ പ്രണവിന്റെ എടുത്ത് വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പ്രണവിന്റെ അടുത്ത് നിന്നാണ് പ്രവീണിന്റെ നമ്പർ വാങ്ങിക്കുന്നത്. ഓക്കെ, എന്താണ് ആക്ച്വലി ഇതിന്റെ ഒരു മാറ്റർ എന്താണ്? ഇപ്പം എനിക്കിപ്പോ എങ്ങനെ വിളിക്കുന്ന ആരാകുമ്പോ എനിക്കിപ്പോ അറിയത്തില്ല. എങ്ങനെയാണ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പൊ നേരിട്ടാണെങ്കിൽ സംസാരിക്കാം, ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിക്കാം. ഓക്കെ, അപ്പൊ പ്രണവിനെ എവിടെ വന്നാലും കാണാൻ പറ്റിയ? ഞാനിപ്പോ ട്രിവാൻഡ്രം വന്നു കഴിഞ്ഞാൽ സംസാരിക്കാം. എവിടെയാണ്? ഞാൻ പൂജപ്പുരയിലാണ്, ട്രിവാൻഡ്രം. ഇതിന്റെ പരാതി എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, പരാതിയൊന്നുമില്ല. പരാതി കൊടുത്തിട്ട് നിങ്ങക്ക് പരാതി ഇല്ല? ഇല്ല, വൈഫിനും പരാതി ഇല്ല. പക്ഷെ നമുക്കൊരു സ്ത്രീയെ മനസ്സിലായി. ഇത് സ്ത്രീയെ ഉപദ്രവിക്കുന്ന കണ്ടാൽ ചോദിക്കാൻ, അതേപോലെ സ്റ്റേഷനിൽ വിളിച്ച് അവരെ ശ്രദ്ധയിൽപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു അധികാരം നമുക്കുണ്ട്. കാരണം ഇന്ന് ഈ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില് സ്ത്രീകൾ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാറുണ്ട്. അവരുടെ ജീവൻ തന്നെ കളയാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ ഇതൊരു കൂടി കുഞ്ഞും കൂടി ആകുമ്പോ, പിന്നെ നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടപ്പോ നിങ്ങൾ ആകെ ഒരു തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പ്രവീൺ പറയുന്നു താൻ തൻ്റെ വൈഫിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത് എന്നും തനിക്കും തൻ്റെ കുടുംബത്തിനും യാതൊരു പരാതിയില്ല എന്നും. അപ്പോൾ അനിയൻ പറയുന്നത് ആദ്യം ഇത് ക്രിയേറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണ് എന്നും, അതുപോലെ തന്നെ തൻ്റെ വൈഫിനെതിരെ മോശമായ രീതിയിലുള്ള ഒരു അലിഗേഷൻസ് വന്നതുകൊണ്ടാണ് താൻ ഈ വീഡിയോ പുറത്ത് വിട്ടത് എന്നും നമ്മുടെ പ്രവീൺ പറയുന്നുണ്ട്. തൻ്റെ വൈഫ് തന്നോട് ആവശ്യപ്പെട്ടത് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് തൻ്റെ വൈഫ് തന്നോട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായതെന്നും, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ് താൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതെന്നും, ഇത് എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നും അതുപോലെ തെറ്റിദ്ധാരണ മാറിയെന്നും അതുകൊണ്ട് താൻ ഈ വീഡിയോ പിൻവലിക്കുകയാണ് എന്നും, തനിക്കോ തൻ്റെ ഭാര്യക്കോ തൻ്റെ കുടുംബത്തിനോ ഇതിൽ യാതൊരുവിധ പരാതിയും ഇല്ല എന്നാണ് നമ്മുടെ പ്രവീൺ പറയുന്നത്. ഞാൻ അനിയൻ പറഞ്ഞു. അപ്പൊ അനിയന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതൊരു ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ വീഡിയോ എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും അതല്ല. കാരണം ഒരിക്കൽ എടുത്തു വെച്ചിരുന്നു എങ്കിൽ അപ്പൊ തന്നെ അവന് ലോഡ് ചെയ്യാമായിരുന്നു. ഇതിപ്പോ അത് എടുത്തു വെച്ചത് എപ്പോഴെങ്കിലും ഇതിനെ കുറിച്ചൊരു മോശമായ എതിര് അഭിപ്രായം വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാകരുത്. വന്നോണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ എനിക്കൊരു അലിഗേഷൻ എന്തെങ്കിലും വൈഫിനെ ഒന്ന് അവളൊരു തെറ്റ് ചെയ്യാതെ അവൾക്ക് നേരെ ഒരു അലിഗേഷൻ എല്ലാവരും സൊസൈറ്റിയിൽ നിന്നപ്പോ എനിക്കിപ്പോ അവളെ കൂടെ നിന്നേ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് നിവർത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇട്ടത്. എനിക്കിപ്പോ ഇതിനിടയ്ക്ക് നിൽക്കുമ്പോ എന്റെ കുടുംബത്തെ നോക്കണം, എനിക്കിപ്പോ എവിടെ നോക്കണം, കുഞ്ഞിനെ നോക്കണം. അപ്പൊ എല്ലാവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഞാനായതുകൊണ്ട് എന്റെ മാനസികാവസ്ഥ വളരെ വീക്കാണ്. അപ്പൊ എനിക്കത് ചെയ്താതിരിക്കാൻ പറ്റില്ല. കാരണം അവർക്ക് ഇപ്പം മെന്റൽ സ്റ്റേറ്റ് അവരുടെയും വളരെ മോശമായിരുന്നു. കാരണം ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഓക്കെ ആയി, കുഞ്ഞു വന്നപ്പോ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു അവരുടെ സൈഡിൽ ഇങ്ങനെ ഉണ്ടായപ്പോ തെറ്റ് ഇത്രയും സഫർ ചെയ്തിട്ടും പിന്നെയും സൊസൈറ്റിയുടെ മുമ്പിൽ അവള് തെറ്റുകാരിയായപ്പോ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അവൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് സത്യം എല്ലായിടത്തും അറിയണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എനിക്കും തോന്നി ഉറപ്പായിട്ട് അത് എത്തിക്കണമെന്ന്. അതുകൊണ്ടാണ് അവർക്ക് അതിൽ വേറെ പരാതിയും കാര്യങ്ങളൊന്നും ഇല്ല. അവർക്ക് ഉണ്ടായ ഒരു അലിഗേഷൻ മാറ്റണം, അവരുടെ പേരിലുണ്ടായ ഒരു തെറ്റിദ്ധാരണ മാറ്റണം എന്നുള്ളതാണ്. അപ്പോൾ തനിക്കോ തന്റെ കുടുംബത്തിനോ പരാതിയില്ല, കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പ്രവീൺ പറയുമ്പോൾ ആ പ്രസിഡന്റ് തിരുത്തി പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ മോനെ,
സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണം യാതൊരു കാരണവശാലും വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കില്ല എന്നും അത് നോക്കി നിൽക്കാൻ വേണ്ടി ഈ ഫോറത്തിന് കഴിയില്ല എന്നും അതുകൊണ്ട് തന്നെ നാട്ടിലെ സ്റ്റേഷനുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നും അതിൽ തീർച്ചയായിട്ടും അവർ നിയമ നടപടി സ്വീകരിക്കുമെന്നുമാണ് നമ്മുടെ പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ അനിയൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വീട്ടിൽ ആരുമില്ല എന്നും അമ്മ മാത്രമേ ഉള്ളൂ എന്നും കുട്ടികളെ നോക്കാൻ മറ്റു പേരില്ല എന്നും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്കുണ്ട് എന്നും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പോകാനൊന്നുള്ള സമയം ഞങ്ങൾക്കില്ല, എനിക്ക് വീഡിയോ എടുക്കാനുണ്ട്, ഒരുപാട് ജോലി തിരക്കുകളൊക്കെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട്, തീർച്ചയായും അനുജൻ ഏട്ടൻ ബന്ധം, അതുപോലെ തന്നെ അച്ഛ അമ്മൻ ബന്ധം, അതുപോലെ തന്നെ ഭാര്യ ഭർത്താവ് ബന്ധം, തീർച്ചയായിട്ടും ഇതെല്ലാം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്നും അത് നല്ലപോലെ നിലനിന്ന് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അങ്ങനെ തീർത്താൽ പോരാ എന്നും നിയമപരമായ നടപടികളിൽ കൂടി തന്നെ തീർക്കണമെന്നും അപ്പോഴാണ് നമുക്ക് ഒരു കുടുംബമായി തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നും അവർ പ്രവീണിനെ തിരുത്തുന്നതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. തീർച്ചയായും അതായത് നിങ്ങള് പറയുമ്പോ കുടുംബക്കാരാണ്, ചേട്ടനനിയൻ ബന്ധം, അമ്മ അച്ഛൻ ബന്ധം, അമ്മായിയമ്മ മരുമോള് ബന്ധം, ഇതൊരിക്കലും തകർന്നു പോകാൻ പാടില്ല, ശരിയല്ലേ? അപ്പോ നിങ്ങള് ഇത് ഒരു പരാതി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ പോലീസുകാരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാണ്, ഇതിന്റെ നിയമ നടപടികൾ എന്താന്ന് വെച്ചാൽ എടുക്കണം എന്നുള്ളത് നമ്മളവിടെ കംപ്ലൈന്റ് സെല്ലിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അയച്ചും കൊടുത്തിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു സ്ത്രീ ഉപദ്രവിക്കപ്പെടുന്ന കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല, മനസ്സിലായോ? നമ്മൾ ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും ഒരു സ്ത്രീയാണ്, എനിക്ക് മക്കളുണ്ട്, അപ്പോ നമുക്ക് ആ കാഴ്ചപ്പാടിലേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും എന്താണെന്നുള്ളത് നമുക്ക് നിയമപരമായിട്ട് തന്നെ അത് നല്ല രീതിക്ക് അല്ല, ഞാൻ ആക്ച്വലി ഓക്കെ നിയമപരമായിട്ട് ഓക്കെ, ബട്ട് എനിക്കിപ്പോ ഇതിനെ ഒന്നാതെ ഓരോ സ്ട്രെസ്സാണ് എനിക്ക്. ഇതിനിടയിൽ എനിക്ക് നടക്കാനും താല്പര്യമില്ല, അവക്കും ഒട്ടും താല്പര്യമില്ല. നമുക്കിപ്പോ ഞാനിപ്പോ ഒരു വീട് പോകുന്നതായിട്ട് ഒരു വീടില്ല, വീട് എടുക്കുന്ന കാര്യത്തിലൊക്കെ ആയിട്ട് നടക്കും. ഇപ്പൊ എനിക്ക് വരുന്നത് സംസാരിക്കുന്നതിലാണ് വരുന്നതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിയമപരമായിട്ട് എനിക്ക് ഇതുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് എനിക്കും അവക്കും താല്പര്യമില്ല. ഇങ്ങനെ നോക്കാൻ തന്നെ അവിടെ വേറെ ആരുമില്ല, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഞാൻ വൈഫിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ശരി, ഓക്കെ. പക്ഷെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് നല്ല കുടുംബജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? സമാധാനം വേണ്ടേ? സന്തോഷം വേണ്ടേ? പിന്നെ ആ കുഞ്ഞിന് അച്ചാച്ചന്മാര് ചിറ്റപ്പന്മാരൊക്കെ വേണ്ടേ? രണ്ടു കൂട്ടർക്കും പരാതിയൊന്നുമില്ല എന്നും അതുപോലെ തന്നെ നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നും പറയുന്നതോടുകൂടി ഈ പ്രശ്നം ഇവിടെ വെച്ച് അവസാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ പ്രശ്നങ്ങൾ അവസാനിച്ചാലും നമ്മുടെ സമൂഹത്തിൽ നമുക്കുണ്ടായ ഒരു അഭിമാനക്ഷതം അത് ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല. അത് ഞാൻ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കുടുംബ ബ്ലോഗുമാരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, കുടുംബത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും എല്ലാം തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് കുറച്ച് ലൈക്കും അതുപോലെ തന്നെ ഷെയറും കുറച്ച് പൈസയും സമ്പാദിച്ചാൽ തീരുമെന്ന് വിചാരിക്കുന്ന ചില പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റില്ല. തീർച്ചയായിട്ടും അത് സമൂഹത്തിലേക്ക് നിങ്ങൾ ഇട്ടുകൊടുക്കുന്ന ഒരു കണ്ടന്റ് അത് വളരെ മോശപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അത് ഏതൊരു കാലത്തും നിങ്ങളെ തിരിച്ച് വേട്ടയാടാൻ ഒതുങ്ങുന്ന ഒരു സാധനമാണ്. നിങ്ങളുടെ കുട്ടികളും അതുപോലെ തന്നെ നിങ്ങളെ ഭാവി തലമുറയും ഒരുപാട് വലുതായി വരുമ്പോൾ തീർച്ചയായും അവർക്ക് ഈ വീഡിയോകളും മറ്റും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് കാണാനും അതുപോലെ തന്നെ അവർ തിരിച്ച് നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അലക്കുന്നതിന് പകരം തീർച്ചയായിട്ടും നിങ്ങൾ നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ മുമ്പിൽ കൊണ്ടുവരിക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കി തരുമെന്ന് വിശ്വസിക്കാം. ഏകദേശം 40 ലക്ഷത്തോളം സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ് ഈ പ്രണവ് പ്രവീൺ ചാനൽ. തീർച്ചയായിട്ടും അവർക്ക് ഒത്തൊരുമയോടുകൂടി വീണ്ടും ഒന്നായിട്ട് പഴയതുപോലെ നല്ല വ്ലോഗുകൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരു രമ്യതയിൽ പരിഹരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.